ശ്രീമദ് ഭാഗവതം ക്ലാസ് 100 നമ്മളിന്ന് 5-ാമത്തെ സ്കന്ധമായിട്ട് 7-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇത് ഭരതോപാഖ്യാനമാണ്. നമ്മൾ ഇതുവരെയുള്ള ആ പരമ്പരകളെ ഒന്ന് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഭരതൻ എവിടെയാണ് ഭരിച്ചത് എന്നെല്ലാം മനസ്സിലാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ പ്രപഞ്ചം സൃഷ്ടി നടക്കുന്ന കാര്യമാണ് പറയുന്നത്. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കറിയാം 7 ലോകങ്ങളുണ്ട്, 49 മരുത്തുക്കളുണ്ട്, ഇങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് ആ ക്രമത്തിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഒരു ക്രമത്തിലാണ്, ഒരു ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൊരു പ്ലാനുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് മുമ്പ് നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ വിവരിച്ചിട്ടുണ്ട്. അത് ചുരുക്കി ഒന്ന് ഇവിടെ പറയാം. പ്രപഞ്ചം ആദ്യം ഒരു നിർഗുണമായ ഒരു രൂപവും ഭാവവും ഒന്നുമില്ലാതെ, എന്താണെന്ന് 100% മനസ്സിലാക്കാൻ പറ്റാത്ത, രൂപവും ഭാവവും ഇല്ലാതെ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല, അങ്ങനെയുള്ള നിർഗുണമായ ഒരു ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ ബ്രഹ്മത്തിന് ഒരു ഗുണവുമില്ല, ഒരു താല്പര്യവുമില്ല, ആരിലും ഇടപെടുന്നുമില്ല, ഒന്നിലും ഇടപെടില്ല. പക്ഷേ ഒരു സമയത്ത് അതിൽ നിന്നും ഒരു ശക്തി വിശേഷം വരുന്നതും അതിനൊരു പ്രപഞ്ചം ഉണ്ടാകണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നു. അപ്പോഴതിനെ ഈശ്വരൻ എന്ന് പറയാം, ശ്രീഹരി എന്ന് പറയാം. അതും ഒരു ബലമാണ്. അപ്പോൾ ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ ആദ്യം ഒരു പ്ലാന് വേണം. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത്, ആ പ്ലാൻ ഉണ്ടാകണമെങ്കിലും സയൻസ് വേണം. ആദ്യം ഉണ്ടാകുന്നത് സയൻസാണ്. ആ സയൻസാണ് ആധുനിക സയൻസ്. അതിലാണ് ഈ ആധുനിക സയൻസും എല്ലാം വരുന്നത്. അതിനാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രേരക ശക്തി ഒരു പ്ലാന് സങ്കല്പിക്കുന്നു. ആ പ്ലാനിലാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടാകുന്ന ലോകം ഉണ്ടാകും. അതതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പിന്നെ നശിക്കും, പിന്നെയും ഉണ്ടാകും, നശിക്കും. ഇങ്ങനെ പല മന്വന്തരങ്ങളിലൂടെയാണത് കടന്നു പോകുന്നത്. അപ്പോൾ ഓരോ മന്വന്തരം തുടങ്ങുമ്പോഴും പ്രപഞ്ചം ഉണ്ടാകുന്നു, വികസിക്കുന്നു, അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുന്നു, പിന്നെ ആദ്യം നശിക്കുന്നു, പിന്നെയും ഉണ്ടാകുന്നു. അപ്പോൾ ആ തുടങ്ങുമ്പോഴുള്ള പ്രേരക ശക്തിക്കാണ് മനു എന്ന് പറയുന്നത്. കാരണം എന്തിനും പ്രേരിപ്പിക്കാൻ ഒരു ശക്തി ഉണ്ടെങ്കിലേ മുന്നോട്ട് പോവുകയുള്ളൂ. ആ പ്രേരിപ്പിക്കുന്ന ശക്തിക്കാണ് മനു എന്ന് പറയുന്നത്. അപ്പം മനുവിൻ്റെ 2 പുത്രന്മാരായിട്ട് മനു 2 തരം സൃഷ്ടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒന്ന് ഗോളങ്ങളെ കൊണ്ടുള്ള ഒരു പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന അന്തരീക്ഷത്തിലെല്ലാം കൊണ്ടുള്ള പ്രപഞ്ചമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനുള്ള പിന്നിലുള്ള പ്രേരക ശക്തിക്കാണ് പ്രിയംവദൻ എന്ന് പറയുന്നത്, പ്രിയവ്രതൻ എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഭൂമിയിലെല്ലാം ജീവജാലങ്ങളും മറ്റുമെല്ലാം ഉണ്ടാകുന്നതിനുള്ള പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ജീവജാലങ്ങളും എല്ലാമായിട്ടുള്ള ആ ശക്തിക്കാണ് ഉത്ഥാനപാതൻ എന്ന് പറയുന്നത്. അപ്പൊ ശക്തി, സൃഷ്ടി നടത്തേണ്ട ശക്തി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പ്ലാനിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രേരക ശക്തി, സയൻസിലൂടെ വരുന്ന ഒരു പ്രേരക ശക്തി രണ്ടായി തിരിയുന്നു. ഒന്ന് പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്കാണ് ഒരു പേര് കൊടുത്തു, പ്രിയവ്രതൻ. ജീവജാലങ്ങളെല്ലാം ആവുന്നതിന് പിന്നിലുള്ള ഉത്ഥാനപാതൻ. ഇപ്പൊ പ്രിയംവദനിലൂടെയാണ് മനു, പ്രിയംവദനിലൂടെയാണ് സൃഷ്ടി ഉണ്ടാകേണ്ടത്. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന വേറൊരു ശക്തിയാണ് ബ്രഹ്മാവും. സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുന്ന വേറൊരു ശക്തിയുണ്ട്, അതിന് വിഷ്ണു എന്ന് പറയും. ആവശ്യം കഴിയുമ്പോൾ നശിപ്പിക്കുന്ന വേറൊരു ശക്തിയുണ്ട്, അതിന് ശിവൻ എന്നും പറയും. അപ്പൊ ആദ്യം സൃഷ്ടിയില് ഇവിടെ ഒരു പ്രേരക ശക്തിയാണ്. പലതരം പ്രേരക ശക്തികളായിട്ടായിട്ട് തിരിയുന്നുണ്ട്. ആ പ്രേരക ശക്തികൾ തരംഗ രൂപത്തിൽ ഒഴുകുന്നു. അതാണ് ഊർജമായിട്ട് നമ്മൾ കാണുന്നത്.
ആ തരംഗം തന്നെ ആദ്യം ഒഴുകുന്ന തരംഗത്തെ ഇന്നത്തെ തരംഗമായിട്ട് കാണരുത്. അപ്പൊ ആ തരംഗം ഒഴുകുമ്പോൾ തരംഗങ്ങൾ കൂടിച്ചേർന്നിട്ട് ദ്രവ്യമുണ്ടാകുന്നു. ഊർജത്തിൽ നിന്നാണ് ദ്രവ്യമുണ്ടാകുന്നത്. സയൻസും പറഞ്ഞതാണ് ഊർജത്തെ ദ്രവ്യമാക്കാം. ഇപ്പൊ ദ്രവ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ദ്രവ്യം എന്ന് പറയുന്നത് ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നീ കണങ്ങളാണ്. ഇപ്പൊ ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടാകുന്നു. അവക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് പ്രകാരമേ അത് നിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് പലതരം ആറ്റങ്ങളായി തീരുന്നു. ഇലക്ട്രോണും പ്രോട്ടോണും ഒറ്റക്ക് അങ്ങനെ പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടായ ഇലക്ട്രോണും പ്രോട്ടോണും ആറ്റങ്ങളായി മാറുന്നു. ആറ്റങ്ങൾക്കും ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ട് തന്മാത്രകളാകുന്നു. തന്മാത്രകളെല്ലാം കൂടിച്ചേർന്നിട്ട് വസ്തുക്കളായി മാറുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൽ കുറേ ജീവനില്ലാത്ത വസ്തുക്കൾ ഉണ്ടാകും, കല്ലും മണ്ണും എല്ലാം. ഇനി നമ്മൾ സയൻസിലൂടെ ഒന്ന് പഠിച്ചിട്ടുണ്ട്, ഈ വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ട് എപ്പോഴും ആ വസ്തുക്കൾ തമ്മിൽ ഒരു ആകർഷണമുള്ളത് കൊണ്ട് ആദ്യമുണ്ടായ വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ വലിയൊരു പിണ്ഡമായിട്ട് മാറും. പിണ്ഡമായിട്ട് മാറിയിട്ട്, പക്ഷെ ഒരു പിണ്ഡമാകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വലിപ്പം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. കാരണം പിണ്ഡമാകണ്ടിക്കില് ശുദ്ധമായ വസ്തുക്കൾ പിണ്ഡമാവുകയാണെങ്കിൽ അതിന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയും. പക്ഷെ അത്ര ശുദ്ധമല്ലെങ്കിൽ എവിടെയെങ്കിലും എല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറയും. ആ സമയത്ത് പൊട്ടിക്കളയും. അപ്പം നമ്മൾ മണ്ണിങ്ങനെ ചേർത്ത് വെച്ച് വലിയൊരു ബോളാക്കാൻ ശ്രമിച്ചാലും പൊട്ടിപ്പോവും. കുറേ ഒരു പരിധി വരെ ബോളം വലുതായി വരും, പിന്നെ അത് പൊട്ടിപ്പോവും. കാരണം അതിൻ്റെ അകത്ത് അത്രയും ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണെങ്കിൽ അത് നിലനിൽക്കും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ശുദ്ധമല്ലെങ്കിൽ, ശരിയായ നല്ല മണ്ണാണെങ്കിൽ പിന്നെയും വലുതാക്കാം. കല്ലും മണ്ണും എല്ലാം കൂടി ഒരു പ്രത്യേക പലതരത്തിലായി പോയാൽ പൊടിഞ്ഞു പോകും. അത് കഥയില് ദിതിയുടെ ഗർഭം ശുദ്ധമായിട്ട് വേണമെന്നെല്ലാം പറഞ്ഞ് അവസാനം ഒരു രാത്രി ശുദ്ധമല്ലാത്തപ്പോൾ ഇന്ദ്രൻ കയറിയിട്ട് അതിനെല്ലാം വെട്ടിയിട്ട്, അവളെ ഗർഭത്തെ വെട്ടിയിട്ട് 7 മാറ്റി, പിന്നെ 7നെ 49 കഷ്ണമാക്കി എന്ന് പറഞ്ഞു. ആധുനിക സയൻസ് അങ്ങനെ ആദ്യമുണ്ടായ വസ്തു പൊട്ടിത്തെറിച്ചിട്ട് ബിഗ് ബാങ് തിയറിയിലൂടെയാണ് പിന്നെ അതിനെ പ്രപഞ്ചത്തിൻ്റെ ഘടനയിലേക്ക് പൊട്ടി അതൊരു രൂപാന്തരം പ്രാപിച്ചത്. അത് ബിഗ് ബാങ് തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ പ്രിയംവദൻ എന്നൊരു ശക്തി വിശേഷം പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു, ആ പ്രപഞ്ചം ഉണ്ടായതിനെ ഒരു കഥയിൽ ദിതിയുടെ ഗർഭത്തെ ഇന്ദ്രൻ 7 വിളിച്ചതുപോലെ, 7 ലോകമാക്കിയതുപോലെ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ ആധുനിക സയൻസിലൂടെ ബിഗ് ബാങ്ങിലൂടെ 7 ലോകങ്ങളായതുപോലെ ആ ആദ്യമുണ്ടായ വസ്തുവിനെ പ്രിയംവദൻ ഇങ്ങനെ ഉഴുതുകൊണ്ട് ചാലാക്കിയിട്ട് 7 ദ്വീപുകളാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ മക്കൾക്ക് കൊടുത്തു. അതായത് ആ മക്കളിലൂടെയാണ് പിന്നെ ഇപ്പം പ്രിയംവദൻ എന്നൊരു ശക്തി വിശേഷം ആദ്യം ഈ പ്രപഞ്ചത്തെ പൊട്ടിച്ചിട്ട് 7 മാറ്റി. ഇത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോന്നും വേറെ ശക്തികളാണ് അതിൻ്റെ ഘടനയനുസരിച്ച് രൂപാന്തരം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് 7 ലോകങ്ങളാക്കി മാറ്റി. പിന്നത്തെ കഥയിൽ പ്രിയംവദൻ്റെ നടുവിലത്തെ ഈ ലോകം കൊടുത്തിരിക്കുന്നത് അഗ്നിദ്രഥനാണ്. അഗ്നിദ്രഥൻ അതിനെ
അതിനെ എന്ന് പറഞ്ഞാൽ ആ ജംബുദ്വീപിനെ, ഈ നടുവിലുള്ളതിനെ, അപ്പൊ 7 ലോകമുണ്ട്, നടുവിലുള്ളതിനെ അത് കിട്ടിയിരിക്കുന്ന അഗ്നിദ്രനാണ്. അപ്പൊ അഗ്നിദ്രൻ അതിനെ പിന്നെ 7 മാറ്റി. 1 2 3 4 5 6 7 എന്നിട്ട് 7 മക്കൾക്കായിട്ട് കൊടുത്തു. ആ കൊടുത്ത 7 മക്കള് ശൃംഗി, രമ്യ, നപി, ഹരിന്മന, കുരു, ഹരി, കിംപുരുഷ ഇങ്ങനെയുള്ള 7 പേർക്ക് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ തലമുറയായിട്ട് പ്രിയംവ്രതനിലൂടെ ഈ ലോകം മുഴുവൻ 7 പിന്നെ നടുവിലുള്ള ജംബുദ്വീപിനെ അടുത്ത ആള് അഗ്നിദ്രഥനിലൂടെ അത് അദ്ദേഹം 7 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തു. അങ്ങനെയുള്ളതില് ഇതാണ് ഗാഭിക്ക് കൊടുത്തത്. ഇതിലാണ് നമ്മളെ ഭൂമിയുള്ളത്. അതുകൊണ്ട് ഇതിന്റെ കഥ പിന്നെ പറയാണ്. ഇത് ബാക്കിയുള്ളതിൻ്റെ ഒന്നും പറയുന്നില്ല, ഇതിന്റെ പറയാണ് നാഭിയിലൂടെ. കാരണം നമ്മളുള്ളത് ഇതിലാണ്. ഇപ്പൊ നാഭിയിലൂടെയാണ് ഇത്, ഈ സ്ഥലം, അതിന്റെ പേര് ഹിമവാന എന്നാണ്. ആ ഹിമവാനയിലാണ് നമ്മളുള്ളത്. അത് നാഭിയിലൂടെയാണ് പറയുന്നത്. അപ്പൊ വേറൊരു കഥയിലൂടെ നാഭിയുടെ കഥ നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു. നാഭി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മക്കളില്ലാതുകൊണ്ട് വിഷ്ണുവിനെ, ശ്രീഹരിയെ പ്രാർത്ഥിച്ചിട്ട് ശ്രീഹരിയോട് മകനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തിയിട്ട് ഋഷഭൻ എന്ന ദേവനായിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഈ നമ്മളുള്ള ഈ മരുത്തിലെ കഥയാണ് പറയാൻ പോകുന്നത്. ഹിമവാന എന്ന ഈ സ്ഥലത്തുള്ള കഥയാണ് പറയുന്നത്. ഇതിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്, അതിലൊരു നക്ഷത്രമാണ് ഭൂമി. അപ്പൊ ഇതിലുള്ള കഥ പറയുമ്പോൾ ഇതിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ആദ്യം ആ സൃഷ്ടി വരുമ്പോൾ വേദങ്ങളാണല്ലോ ഉണ്ടായത്, വേദത്തിലൂടെയാണല്ലോ സൃഷ്ടി നടത്തേണ്ടത്. അതുകൊണ്ട് അതില് ശ്രീഹരി തന്നെ വന്നിട്ട് വേദങ്ങളുടെ അടിസ്ഥാന തത്വം, ജ്ഞാനത്തെ 2 തിരിക്കാം, പരാസയൻസും അപരാസയൻസും. പരാസയൻസ് എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെല്ലാം തൊട്ട് ഇന്ന് മോഡേൺ സയൻസ് ആണ്, അല്ല അപരാസയൻസ്. പരാസയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള ബ്രഹ്മവും അദൃശ്യ ശക്തികളെല്ലാം പെട്ടിരിക്കുന്ന കഥയാണ് പരാസയൻസ്. ഇതെല്ലാം അതിലാണ് ആത്മീയം, ഇന്ന് ആത്മീയം എന്നെല്ലാം പറയുന്നത്. അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ശാസ്ത്രതത്വമാണ് ആദ്യം തന്നെ ഋഷഭദേവൻ വിവരിച്ചത്. പ്രപഞ്ചരഹസ്യമുള്ള വേദങ്ങളുടെ അടിസ്ഥാന തത്വമാണ്. അതിലാണ് സന്യാസത്തിലേക്ക് പോകുന്ന കാര്യം എല്ലാം ഉണ്ട്, ആത്മീയതയിലേക്ക്. എന്താണ് ബ്രഹ്മസാക്ഷാത്കാരം, അതെല്ലാം ഉള്ള ശാസ്ത്രതത്വങ്ങൾ. അത് കാരണം എവിടെയാണ്? ഭൂമിയിലാണുള്ളത്, നമ്മളുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് നമ്മളെ ഈ മരുത്തിൽ അദ്ദേഹത്തിലൂടെ ഋഷഭദേവനിലൂടെ ആ കഥ പറയുകയാണ്. അപ്പൊ അതിൽ നമുക്കറിയാം, ആ ദേശത്തില് എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും ഉണ്ട്. അതിൻ്റെ എല്ലാ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിന് നമ്മളുള്ളത് സൂര്യനും അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങളും കൂടിയതാണ്. അപ്പൊ ഋഷഭദേവൻ എല്ലാ ജ്ഞാനങ്ങളും, കാരണം നമ്മളിലൂടെയാണ് ജ്ഞാനം വന്നുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാസയൻസോ അപരാസയൻസോ അടങ്ങിയിരിക്കുന്ന ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ഋഷഭദേവൻ പറഞ്ഞതിൻ്റെ ശേഷം ഋഷഭദേവന് 100 മക്കളോളം ഉണ്ടായിട്ട് അതിൽ മൂത്തവനെ ആരെ ഏൽപ്പിക്കുന്നു? നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള സൂര്യനും ഭൂമിയുമായ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ ചാർജ് ഭരതന് കൊടുത്തിട്ട് ഭരതനിലൂടെയാണ് ഇനി ആ സൃഷ്ടിക്രമം വിവരിക്കാൻ പോകുന്നത്. ആ സൂര്യനും സൗരയൂഥത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ചാർജ് ഭരതന് കൊടുത്തുകൊണ്ട് ആ ദേശത്തിന്
അല്ലേ ഇതിനെന്ത് പറയുന്നു? ഭാരതദേശം എന്ന് പറയുന്നു. അല്ലേ ഭൂമിക്ക് ഭാരതം എന്ന് പറയുന്നു. അപ്പോൾ ഈ സൂര്യനും അതിൻ്റെ എല്ലാം സൃഷ്ടി നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം. അപ്പം പ്രപഞ്ചം ആദ്യം ഒരു ഗോളമായി തീർന്നതിൻ്റെ ശേഷം പലതുമായിട്ട് വിഘടിച്ച് വരുമ്പോൾ ആദ്യം ഏഴാക്കി വിഭജിച്ചു. അത് ജോലി ചെയ്തതായിട്ട് ഒരു കഥാപാത്രം, അതായത് പ്രിയംവ്രതനിലൂടെ ചെയ്തു. പിന്നെ അത് നടുവിലുള്ളതിനെ അഗ്നിദ്രഥന് പറഞ്ഞു. അദ്ദേഹം അത് ഏഴാക്കി ഡിവൈഡ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുത്തു. അതിലുള്ളതൊന്നാണ് ഏത്? നാഭി. എന്നിട്ട് നാഭിയുടെ ഒരു മകനായിട്ട് ഋഷഭനെ പറഞ്ഞുകൊണ്ട്, ഋഷഭൻ ആത്മീയെല്ലാം പറഞ്ഞതായിട്ട് പറഞ്ഞതിൻ്റെ ശേഷം ഋഷഭൻ്റെ 100 മക്കളിൽ ഒന്ന് നമ്മുടെ ഭൂമിയും സൂര്യനുമുള്ള അത് ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ്റെയും ഭൂമിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ദേശത്തിൻ്റെ കാര്യമാണ് ഭരതനിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് നമ്മുടെ ദേശത്തിന് ഭാരതം എന്ന് പേര് വന്നു. അങ്ങനെ ഇതുവരെ പറഞ്ഞതിനെ ചുരുക്കി ഇങ്ങനെ പറയാം. പ്രപഞ്ച സൃഷ്ടിയുടെ പല ഘട്ടങ്ങൾ പല കഥാപാത്രവുമായിട്ട് പറയുകയാണ്. ഈ കഥാപാത്രങ്ങളെല്ലാം ചില ബാലങ്ങളാണ്. അപ്പോൾ ആദ്യം പ്രപഞ്ചം വലിയൊരു ഗോളമായിട്ടുണ്ടായി. അത് ബിഗ് ബാങ്ങിലൂടെ പൊട്ടി 7 ലോകമായി മാറുന്നു. ആ കഥ പ്രിയംവ്രതനിലൂടെ പറഞ്ഞു. എന്നിട്ട് ആ 7 പ്രിയംവ്രതൻ മക്കൾക്ക് വിധിച്ചു കൊടുത്തു. അതിന് നടുവിലുള്ളതിനെയാണ് ജംബുദ്വീപ് എന്ന് പറയുന്നത്. അത് അഗ്നിദ്രഥന് കൊടുത്തു. അതിലാണ് നമ്മളുള്ളത് കൊണ്ട് ആ കഥ പിന്നെ എടുത്തു പറയുകയാണ് അഗ്നിദ്രഥന്റെ കഥയായിട്ട്. അദ്ദേഹം അതിൽ 7 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ട് 7 മക്കൾക്ക് കൊടുക്കുന്നു. അതിലൊന്നിലാണ് നമ്മളുള്ളത്. അതിനാണ് ഹിമവാന എന്ന് പറയുന്ന സ്ഥലം. അതിനാണ് മരുത്ത് എന്ന് പറയുന്നത്. 49 മരുത്തിൽ 1. അങ്ങനെ 7 വിഭജിക്കുന്നത്. അപ്പൊ പ്രപഞ്ചഘടന ഇങ്ങനെ മാറി വരികയാണ്. അതിൻ്റെ കഥ അഗ്നിദ്രഥൻ മകനായ നാഭിക്ക് കൊടുക്കുന്നു. അപ്പൊ നാഭിയിലൂടെ ആ കഥ അത് പറഞ്ഞു. ഇപ്പൊ 2 ഘട്ടം കഴിഞ്ഞ് ഇനി 3ാമത്തെ നാഭിയിലൂടെ പറയുകയാണ്. നാഭി നമുക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഈ മരുത്ത് എന്നതാണ്. അതിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളെല്ലാം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് ഋഷഭനാണെന്ന് പറഞ്ഞിട്ട് വേദങ്ങളിലൂടെയാണ് എല്ലാം വരുന്നത് എന്നതുകൊണ്ട് ഇവിടെയാണ് വേദങ്ങൾ നമ്മളുള്ളത്. അതിലൂടെയാണ് വേദങ്ങളെല്ലാം വന്നതുകൊണ്ട് വേദരഹസ്യം മുഴുവൻ ഋഷഭദേവനിലൂടെ പറയുകയാണ്. അതിൽ പരാസയൻസും അപരാസയൻസും ഭൗതിക ലോകവും ആത്മീയ കാര്യങ്ങളും എല്ലാം ചേർത്ത് വെച്ച് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം 100 പുത്രന്മാർ 100ആയിട്ട് വിഭജിച്ചിട്ട് 100 പുത്രന്മാർക്ക് കൊടുത്തു. അപ്പൊ ആ മരുത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഗാലക്സികളെല്ലായിട്ട് മാറിയിട്ടുണ്ട്. അതിനാണ് 100ആയിട്ട് തിരിച്ചത്. അതിലൊന്നാണ് നമ്മുടെ സൂര്യനും നമ്മുടെ ഗ്രഹങ്ങളുമെല്ലാം സൗരയൂഥ സിസ്റ്റം. അപ്പൊ അത് മൂത്ത മകനായ ഭരതന് കൊടുക്കുന്നു. ഇനി ഭരതന്റെ ഉത്തരവാദിത്തമാണ് ഈ സൂര്യനെയും സൗരയൂഥ സിസ്റ്റങ്ങളെയെല്ലാം ക്രമീകരിച്ചിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് സൃഷ്ടിക്രമത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് അതിനെ ഭാരതദേശം എന്ന് പറയുന്നു. നമ്മുടെ ഭൂമിയായിട്ട് എടുത്താലും മതി. കാരണം സൗരയൂഥ സിസ്റ്റത്തിൽ മനുഷ്യനെല്ലാം ഉള്ളത് ഭൂമിയിലാണ്. അതുകൊണ്ട് അതിനെ ഭാരതം എന്ന് പറയുന്നു. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിക്ക് കൊടുത്ത പേരാണ് ഭരതൻ എന്നത്. അതുകൊണ്ടാണ് ഭാരതം എന്ന ദേശപ്പേര് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരതോപാഖ്യാനമാണ്. ഭരതന്റെ കഥയാണ്. അതായത് സൂര്യനും അതിലുള്ള ഗ്രഹങ്ങളും ഭൂമിയെല്ലാമായിട്ട് ബന്ധപ്പെട്ട കഥ. അപ്പോൾ ഒന്നിൽ ശ്രീ ശുഗൻ പറയുകയാണ്, ഭഗവത് ഭക്തിയിൽ അഗ്രഗണ്യനായ ഭരതൻ, അതായത് ഈശ്വര നിശ്ചയപ്രകാരമാണ് ഇനി ഭരതൻ ഭൂമിയെയും മറ്റ് സൗരയൂഥ സിസ്റ്റങ്ങളെയെല്ലാം പരിപാലിക്കാൻ പോകുന്നത്. ഋഷഭ ഭഗവാന്റെ, അതായത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ആജ്ഞ നിറവേറ്റിക്കൊണ്ട് വിശ്വരൂപന്റെ മകൾ, വിശ്വത്തിന് രൂപം നൽകുന്ന ആ ശക്തിയുടെ മകൾ. അപ്പം വേറൊരു ശക്തിയാണ് ഈ വിശ്വത്തിന് രൂപം നൽകുന്നത്. അത് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ്
സൗരയുധ സിസ്റ്റം എല്ലാം വിശ്വമെല്ലാം രൂപകൽപ്പന ചെയ്യുന്നത്. അവന്റെ മകള് എന്ന് പറയുമ്പോൾ അതാരായിരിക്കും? പ്രകൃതിയായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന പ്രകൃതി, അതിനെ ഈ ശക്തി സ്വീകരിക്കുന്നു. ഈ ശക്തി ആരാണ്? പുരുഷൻ. അപ്പം ഭരതൻ വിശ്വരൂപന്റെ മകളായ, അതായത് വിശ്വത്തിന്റെ രൂപം എന്താണോ അത്തരത്തിലുള്ള ഇനി ഉണ്ടാകാൻ പോകുന്ന ആ ലോകത്തിന്റെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടിയ ആ സൗരയൂഥ സിസ്റ്റം, അതാണ് പ്രകൃതി. അതിന്റെ മകൾ അപ്പം കഥയിൽ ഒരു പെൺകുട്ടി ഒരു പേര് കൊടുക്കണമല്ലോ, പഞ്ചജനി എന്നവളെ വിവാഹം കഴിച്ചു. ഒരു 2:3 പറയുകയാണ്, ആ പഞ്ചജനിയിൽ അഹങ്കാര തത്വം, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം ആ പ്രേരക ശക്തി ഈശ്വരന് ഒരു അഹങ്കാരമാണ് ഉണ്ടാകുന്നത്. പ്രപഞ്ചം സൃഷ്ടിക്കണം, നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചം സൃഷ്ടിക്കണമെന്നുള്ള അഹങ്കാരം ഉണ്ടാകുന്നു. ഞാനെന്ന ഭാവത്തിലൂടെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതാണ് ആ അഹങ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടത്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലും ഭൂതതത്വങ്ങളുമായി ചേർന്ന്, ഭൂതതത്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്ലാൻ അനുസരിച്ച് പഞ്ചഭൂതങ്ങളെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തനിക്ക് അനുരൂപമായ സുമതി, രാഷ്ട്രഭൃത്, സുദർശൻ, ആവരണൻ, ദ്രുമകേതു എന്നിങ്ങനെ 5 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇനി അവരിലൂടെയാണ് സൃഷ്ടികർമ്മം, സൂര്യന് സൗരയൂഥ സിസ്റ്റത്തിലുള്ള സൃഷ്ടികർമ്മങ്ങളെല്ലാം ഓരോന്നായിട്ട് നടപ്പാക്കാൻ പോകുന്നത്. 5 പുത്രന്മാർ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള അജനാഭം എന്ന ദേശത്തെയാണ് ഭാരതം എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ആ സൗരയൂഥ സിസ്റ്റമായിട്ട് എടുക്കാം ഭാരതം. അതിൽപ്പെടുന്നതാണ് ഭൂമി. അപ്പം ഭൂമി അടക്കമുള്ളതിനെ ഭാരതം എന്ന് എടുക്കാം. 7 ഗ്രഹങ്ങളുണ്ട്, നവഗ്രഹങ്ങളുണ്ട്. അതിൽ എല്ലാം പെടുന്ന ആ സൃഷ്ടി എല്ലാം കൂടിയിട്ടാണ് ഇനി വിവരിക്കാൻ പോകുന്നത് പലരിലൂടെ. ഇന്ന് 4 തൻ്റെ അച്ഛൻ, മുത്തച്ഛൻ എന്നിവർ, അതായത് അച്ഛനും ആരാണ്? ഋഷഭദേവനും. മുത്തച്ഛൻ എന്നെല്ലാം പറയുമ്പോൾ നാഭിയും മറ്റേ അവരല്ല. അവരെ പോലെയെല്ലാം ബഹുകാര്യജ്ഞനായ രാജാവ്. പല കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത്. ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ പോവുകയാണ്. നമ്മളെ സൗരയൂഥ സിസ്റ്റമല്ല. അവരവരുടെ കർത്തവ്യങ്ങളിൽ നിലനിൽക്കുന്ന പ്രജകളെ പരിപാലിച്ചു. അപ്പൊ എല്ലാവർക്കുമായിട്ട് കർമ്മങ്ങൾ വിധിച്ചു കൊടുത്തു, ഇനിയുള്ള സൃഷ്ടിക്രമം. എന്നിട്ട് 5 യജ്ഞം, ക്രതു എന്നീ 2 യാഗങ്ങളുടെയും, യജ്ഞം, ക്രതു. യജ്ഞം എന്ന് പറയുമ്പോൾ യൂപമില്ല, ക്രതു എന്ന് പറയുന്നതിന് യൂപമുണ്ട്. അതായത് ഒന്നിനെ കേന്ദ്രമാക്കിക്കൊണ്ട് സൃഷ്ടിക്കുന്നത് ക്രതുവും, ഒന്നും കേന്ദ്രമില്ലാതെ. അപ്പം ഇവിടെ പലതരം സൃഷ്ടികൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സൂര്യൻ തന്നെ എടുത്താൽ, സൂര്യനെ കേന്ദ്രമാക്കിയിട്ടാണ് ഗ്രഹങ്ങൾ ചുറ്റുന്നത്. ഭൂമിയെ കേന്ദ്രമാക്കിയിട്ടാണ് ചന്ദ്രൻ ചുറ്റുന്നത്. അപ്പം ഒന്ന് കേന്ദ്രമായിട്ടുള്ള സൃഷ്ടികളുമുണ്ട്. എന്നാൽ ബുധനും വ്യാഴത്തിനും ഒന്നും ഇതിൽ കേന്ദ്രമായിട്ട് വരുന്നില്ല. അവർ ഗ്രഹങ്ങളായിട്ട്. അപ്പം ഗ്രഹങ്ങളുമുണ്ട്, കേന്ദ്രമായിട്ട് ചിലതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റേനെ കൊണ്ട് ചിന്തിക്കുന്നുമുണ്ട്. അപ്പൊ 2 തരം യജ്ഞങ്ങളിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. ചിലത് കേന്ദ്രമായി നിൽക്കും. ഇപ്പൊ സൗരയൂഥത്തിൽ സൂര്യൻ കേന്ദ്രമായി നിൽക്കും. നമ്മുടെ ഭൂമി ചന്ദ്രനെ എടുത്തു കഴിഞ്ഞാൽ ഭൂമി കേന്ദ്രമായി നിൽക്കുന്നു. ചിലത് കേന്ദ്രമായിട്ടും ചിലത് കേന്ദ്രമല്ലാത്ത നിലയിലും യാഗങ്ങൾ, അങ്ങനെ പലതരം യാഗങ്ങളുടെ അടിസ്ഥാനത്തില് ശ്രീ യാഗങ്ങളുടെയും സ്വരൂപമായ ശ്രീഹരിയെ, അതിന്റെ സ്വരൂപമെല്ലാം ഏതാണ്? ശ്രീഹരി, ആ ബ്രഹ്മം, നിർഗുണമായ ബ്രഹ്മത്തിൽ വന്ന ഈശ്വരൻ. ശ്രീഹരിയുടെ ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം പോകുന്നത്. തൻ്റെ അധികാരമനുസരിച്ച് തന്നിൽ നിക്ഷിപ്തമായ അഗ്നിഹോത്രം, ദർശപൂർണമാസവും ചാതുർമാസ്യവും, പശു, സോമം എന്നിവയുടെ പ്രകൃതി
അപ്പോൾ ഇതെല്ലാം ചാന്ദ്രമാസങ്ങളെ മാസങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ ദിനരാത്രങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, ദിനങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്, മാസങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം ദിനെല്ലാം സൃഷ്ടിക്കണ്ടെങ്കില് ഭൂമിയെ കറക്കണം, മാസങ്ങൾ സൃഷ്ടിക്കണ്ടെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങണം, വർഷങ്ങൾ ചുറ്റിക്കണ്ടെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും ചുറ്റണം. ഇങ്ങനെയുള്ള മാസങ്ങളും അതിമാസങ്ങളും ചാതുർമാസങ്ങളും എല്ലാമായിട്ട് പശു, സോമം എന്നിവയെല്ലാം വേണം. പശു എന്ന് പറഞ്ഞാൽ ഭൂമിയും പശുവാണ്. സോമം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം സോമമാണ്. എന്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് സോമം എന്ന് പറയുന്നത്. എന്നിവയുടെ പ്രകൃതി വിഭാഗത്തിലും വികൃതി വിഭാഗത്തിലും എല്ലാം പെടുത്തിക്കൊണ്ട്, പ്രകൃതി വിഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഉപയോഗിച്ചിട്ട് സൃഷ്ടി നടത്തേണ്ടി വരും. ഇപ്പൊ സൗരയൂഥം ഉണ്ടാക്കണ്ടെങ്കിൽ സൂര്യനും ഭൂമിയും എല്ലാം വെച്ചുകൊണ്ടാണ് സൗരയൂഥം ഉണ്ടാക്കേണ്ടത്. എന്നാൽ ഭൂമിയും സൂര്യനും മാത്രം ഭൂമിയും ചന്ദ്രനും വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കണ്ടെങ്കിൽ എല്ലാം ഉപയോഗിക്കുന്നില്ല. അപ്പൊ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ് പ്രകൃതി വിഭാഗം. വികൃതി വിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപയോഗിക്കാതെ. അപ്പൊ ചിലത് എല്ലാം ചേർത്തുണ്ടാക്കും, പഞ്ചഭൂതങ്ങളെയും ചേർത്തുണ്ടാക്കും, ചിലത് മാത്രം എടുത്തുണ്ടാക്കും. അങ്ങനെയെല്ലാം പലതരം മിശ്രിതമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന തരത്തിൽ അദ്ദേഹം കർമ്മം ചെയ്തു. ഏത് നിർദ്ദേശപ്രകാരം ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ശ്രീഹരി തീരുമാനിച്ചിട്ടുണ്ട്, ആ പ്ലാൻ അനുസരിച്ച്. അപ്പൊ ചെറുതും വലുതുമായ അനേകം കർമ്മങ്ങൾ അദ്ദേഹം, അപ്പം ഈ സൂര്യനും ഭൂമിയും എല്ലാം സൃഷ്ടിക്കേണ്ട, ഗ്രഹങ്ങളെ എല്ലാം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹം അങ്ങനെ പല തത്വങ്ങൾ ഉപയോഗിച്ച് എല്ലാ ഭൂതങ്ങളെയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അധികാരത്തിൽപ്പെടുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ സവനത്തിലും ചാതുർഹോത്ര മുറപ്രകാരം ചെയ്തു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ ചെയ്യേണ്ട നിലയിൽ ഈ സൗരയൂഥ സിസ്റ്റത്തെയെല്ലാം ഉണ്ടാക്കി. അങ്ങനെ 6 പറയുകയാണ്. അങ്ങനെ വിവിധ യാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ, ഈ സൃഷ്ടിക്രമം നടത്തിക്കൊണ്ടിരിക്കെ, അപൂർവം എന്ന അദൃഷ്ട ക്രിയാഫലത്തെ, അപൂർവമായ ഒരു സൃഷ്ടിക്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൂര്യനും സൗരയൂഥ സിസ്റ്റങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഭൂമിയെല്ലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദൃഷ്ട ക്രിയാഫലത്തെ പരമബ്രഹ്മസ്വരൂപനും, അത് വെറും ദ്രവ്യമായ കാര്യങ്ങളൊന്നുമല്ല, അതിൽ അദൃശ്യമായ ശക്തികളും എല്ലാം ഉണ്ട്. സൃഷ്ടിക്രമം എന്ന് പറയുമ്പോൾ പല ബലങ്ങളും അദൃശ്യമായ ബലങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൂര്യനെല്ലാം നമ്മുടെ നാഡികളിലൂടെയെല്ലാം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടിക്രമമാണ്. അപ്പൊ അത് ഏതിൻ്റെ സ്വരൂപമാണ്? പരബ്രഹ്മസ്വരൂപനും യജ്ഞമൂർത്തിയും സമസ്ത മന്ത്രങ്ങളുടെയും പൊരുളായ സമസ്ത മന്ത്രങ്ങളുടെയും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സൃഷ്ടി നടത്തിയിരിക്കുന്നത്? പരബ്രഹ്മസ്വരൂപത്തിൽ ആ പ്ലാൻ അനുസരിച്ച്, പരമാത്മാവിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് സൃഷ്ടി നടത്തുന്നത്. യജ്ഞമൂർത്തിയും സമസ്ത മന്ത്രങ്ങളുടെയും പൊരുളായ ഇന്ദ്രാദി ദേവതകളുടെയെല്ലാം. അതിൻ്റെ ഇടക്ക് സൃഷ്ടി നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അതിനെ ഏകോപിപ്പിക്കാനുള്ള ശക്തിയെല്ലാം ഉണ്ട്. ഇന്ദ്രനുണ്ട്, നാരദനുണ്ട്. അപ്പൊ അങ്ങനത്തെ ദേവതകളും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. കാരണം സൃഷ്ടി നടത്തുമ്പോൾ പല പ്രേരക ശക്തികൾ, ഇന്ദ്രനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള പലതര ദേവതകളുടെ, അതെല്ലാം മന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ദ്രനെല്ലാം ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രാസപ്രവർത്തനം നടത്തുകയാണെങ്കിൽ, ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാസപ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തികളെല്ലാം ഉണ്ട്. അതെല്ലാം മന്ത്രങ്ങളും
ഇന്ദ്രാദി ദേവഗണങ്ങളുടെ എല്ലാം നിയന്ത്രണത്വമുള്ളവനാണ് ആര്? ഈ ഭരതൻ. ആ എല്ലാ അധികാരങ്ങളും ഇന്ദ്രനും എല്ലാം ഭരതന്റെ കീഴിൽ നിന്നുകൊണ്ടാണ്. ഇപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, നമ്മൾ സാമ്പാരം ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പൊ ഇവിടെ ഭരതനാണ് ഈ സൃഷ്ടി നടത്തുമ്പോൾ ഇന്ദ്രനും എല്ലാം ഇവരുടെ കീഴിൽ തന്നെയാണ് വരുന്നത് ഭരതന്റെ. എങ്കിൽ കൂടി ശ്രീ വാസുദേവനിൽ ആ കർമ്മത്തെ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പക്ഷെ ചെയ്തെന്താണ്? ഇവരൊന്നും എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചിന്തയില്ലാതെ എല്ലാം ആ വാസുദേവനാണ് എൻ്റെ ഈ കർമ്മം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി വാസുദേവനിൽ ആ കർമ്മത്തെ അർപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക ചിന്തയാൽ, ആ ചിന്ത വേണം. നമ്മളോട് എന്താ പറയുന്നത്? നമ്മളെന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ കർമ്മം ചെയ്യാനാണ്, ആ ശക്തിയാണ്, അതിനു വേണ്ടിയാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന ചിന്തയോടുകൂടി, അതാണ് ആധ്യാത്മിക ചിന്ത. അല്ലാതെ എനിക്ക് വേണ്ടി എന്ന ചിന്തയില്ലാതെ രാഗദോഷാദികൾ ബാധിക്കാതെ ആ ഭരതരാജസി ഇത് കർമ്മം ചെയ്യുമ്പോൾ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്? അധ്വരുക്കളാൽ ആഹൂതി ദ്രവ്യങ്ങൾ കയ്യിലെടുത്ത് അർപ്പിക്കുമ്പോൾ, അപ്പം അധ്വരുക്കളെല്ലാം ഉണ്ട്, മറ്റുള്ള പ്രേരക ശക്തികളെല്ലാം ഉണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ. സൃഷ്ടിക്രമത്തിന്റെ പിന്നിൽ എന്തെല്ലാം ശക്തികളുണ്ടോ, സയൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവര് പലതരം വസ്തുക്കൾ എടുത്തിട്ടെല്ലാം ഭൂമിയെ എല്ലാം സൃഷ്ടിച്ചിട്ട് പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. അപ്പൊ അവയെല്ലാം സ്വീകരിക്കുന്ന ആരാണ്? സൂര്യാദി മന്ത്രദേവതകൾ. അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഈ സൗരയുധ സിസ്റ്റം സൃഷ്ടിക്കുന്നത്. സൂര്യാദി ഗ്രഹങ്ങൾക്കാണ്, സൂര്യാദി ദേവതകൾക്കാണ് മറ്റുള്ള ഗ്രഹങ്ങളെയും ഭൂമിയും ചന്ദ്രനെയും എല്ലാം കൊടുക്കുന്നത്, ഈ സൂര്യന്റെ കേന്ദ്രമാക്കിക്കൊണ്ട്. എന്നിട്ട് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? പരമപുരുഷനായ ഭഗവാന്റെ നേത്രാദി അവയവങ്ങളായിട്ട് അർപ്പിച്ചു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം ഈ പരമപുരുഷന്റെ അവയവങ്ങളായിട്ട് മാറത്തക്കവണ്ണം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ പുരുഷൻ എന്ന നിലയിൽ ആ വിരാട് രൂപമായി ചിത്രീകരിച്ച് ഉണ്ടായിരിക്കുന്ന പ്രപഞ്ചമെല്ലാം എന്താണ്? ആ പുരുഷന്റെ അവയവങ്ങളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സൗരയൂഥത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് ശിവൻ, ആ പുരുഷന്റെ കണ്ണാണ്. അങ്ങനെ ഓരോ അവയവങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓരോ അവയവവും നമ്മളെ ഇന്നതാണ് എന്നുള്ള പ്രകൃതിയിലുള്ള ഇതാണെന്ന് പറയുന്ന കാര്യത്തിൽ ഇതൊരു വലിയ പുരുഷന്റെ, പ്രപഞ്ചമാവുന്ന പുരുഷന്റെ ഭാഗങ്ങളാണ് നമ്മളെല്ലാം. ആ വിരാട് പുരുഷന്റെ ഭാഗങ്ങളാണ് സൗരയൂഥ സിസ്റ്റവും അതിലുള്ള നമ്മളെല്ലാം. അപ്പൊ ആ പുരുഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം സൃഷ്ടി നടത്തിയിരിക്കുന്നത്. കുറച്ച് വിസ്തരിച്ച് പറയുകയാണ്, എല്ലാം കുറച്ച് കടത്തി ചിന്തിച്ചാലേ പിടികിട്ടുള്ളൂ. ഇനി 7 ഇപ്രകാരം കർമ്മ പരിശുദ്ധിയാൽ നിർമ്മലനാകാരനായി ഭവിച്ചവന്റെ, അപ്പം ഈ കർമ്മമെല്ലാം വളരെ നിർമ്മലനായിട്ടും കർമ്മശുദ്ധിയോടുകൂടി ഇതെല്ലാം ആ ഭഗവാന്റെ അവയവങ്ങളാണ് എന്ന നിലയിൽ സൃഷ്ടി നടത്തുമ്പോൾ എൻ്റെ എന്ന നിലയിലല്ല സൃഷ്ടി നടത്തിയത്. അപ്പോൾ അന്തർഹൃദയമാകുന്ന ആകാശത്തില്, അദ്ദേഹത്തിന്റെ അന്തർഹൃദയമായ ആകാശത്തില്, ആ ഹൃദയത്തില് ആകാശത്തില് അദ്ദേഹം ഏതിനെയാണ് കാണുന്നത്? ആ മഹാപുരുഷന്റെ രൂപത്തില്. അദ്ദേഹം ഈ സൃഷ്ടി നടത്തുമ്പോൾ മനസ്സിൽ ഏതൊരു ബിംബത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത്? ആ പരമപുരുഷന്റെ കഥാരൂപത്തിൽ പറയുമ്പോൾ, കഥയായിട്ട് പുരാണ കഥകളിൽ ഒരു പുരുഷന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പം ആ മഹാപുരുഷന്റെ രൂപത്തില് ശ്രീവത്സം, കൗസ്തുഭം, വനമാല, ചക്രം, ശംഖ്, ഗദ മുതലായവയോടുകൂടി പരിലസിക്കുന്നവനും നാരദാദികൾ വർണ്ണിച്ച രൂപത്തിലുള്ള പുരുഷ സ്വരൂപത്തോടു കൂടി പ്രകാശിക്കുന്നവനും. ഇപ്പം നാരദൻ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അവയവങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന്. കൗസ്തുഭമുണ്ട്, അവിടെ ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പം മാല എന്നെല്ലാം പറയുമ്പോൾ, വനമാല എന്നെല്ലാം പറയുമ്പോൾ കാട്ടിലുള്ള മുൾച്ചെടികളെല്ലാം
അതിൽ വരും. ഹിമാലയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തലയോ എന്തെങ്കിലുമായിട്ട് വരും. ആ രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, നാരദൻ വരച്ചു കൊടുത്ത ആ രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് സർവവ്യാപിയും സർവ ഐശ്വര്യാദി ഗുണങ്ങളോടുകൂടിയുമായ വാസുദേവനിൽ നാൾക്കുനാൾ ഭക്തി വർദ്ധിക്കുന്നതിനിൽ സംജാതമായി. അദ്ദേഹത്തിന്റെ മനസ്സ് ആ വാസുദേവനിൽ തന്നെ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സൃഷ്ടിക്രമമെല്ലാം, പ്രപഞ്ചമാകുന്ന ഈ വിശ്വമാണ്, നമ്മുടെ വിശ്വം, സൗരയൂഥ സിസ്റ്റം അത് ഇതുമെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചത്. എന്നിട്ട് എട്ടില് പറയുകയാണ്, ഇങ്ങനെ 10,000 സംവത്സരത്തിനൊടുവിൽ, 10,000 വർഷം കൊണ്ടാണ് ഈ സൗരയൂഥ സിസ്റ്റം ഉണ്ടാക്കിയത്. ഭൂമിയെല്ലാം, ഭൂമിയും ഭൂമിയിൽ വേണ്ടതെല്ലാം സൃഷ്ടിച്ചെടുത്തത്. അങ്ങനെ 10,000 സംവത്സരത്തിനൊടുവിൽ കർമ്മസമാപ്തി വന്നപ്പോൾ അദ്ദേഹം ഏകദേശം അദ്ദേഹത്തിന് കൊടുത്ത നമ്മുടെ ഭാരതദേശം സൃഷ്ടിച്ചു. ആ ശക്തി വിശേഷം, ഏത് ശക്തി വിശേഷം? ഭരതൻ. അതുകൊണ്ട് ഭരതൻ ആ കഥാപാത്രത്തിന്റെ പേര് കൊടുത്തു, ഭാരതം എന്ന് പേര് കൊടുത്തു. ഒടുവിൽ കർമ്മസമാപ്തി വന്നപ്പോൾ തന്നിൽ അധികാരപ്പെടുത്തിയ സമ്പത്തിനെ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ സമ്പത്ത് എന്താണ്? ആ സൗരയൂഥ സിസ്റ്റവും ഭൂമിയെല്ലാം അദ്ദേഹമാണ് അതേപോലെ സൃഷ്ടിച്ചെടുത്തത്. ആ ശക്തിവിശേഷം, ഏത് ശക്തിവിശേഷം? ഏതോ ഒരു ശക്തിവിശേഷം, അതിന് ഭരതൻ എന്ന പേര് കൊടുത്തതേ ഉള്ളൂ. പ്രപഞ്ചത്തില് ആദ്യം ബിഗ് ബാങ് തിയറിയിലൂടെ പൊട്ടി എല്ലാം പലതായി 7 ലോകമായി, ഓരോ ലോകത്തിലും പിന്നെയും 7ആയി, അതിൻ്റെ അകത്ത് നക്ഷത്രങ്ങളെല്ലാമായിട്ട് പരിണാമിച്ച് അവസാനം സൂര്യനാകുന്ന നക്ഷത്രം ഉണ്ടായി, അതിന് ചുറ്റും ഗോളങ്ങളെല്ലാം ക്രമീകരിക്കുന്ന പ്രവൃത്തിയിൽ ഭരതൻ ഈ സൂര്യനും ഭൂമിയും എല്ലാം സൃഷ്ടിക്കുന്ന ഈ സൗരയൂഥ സിസ്റ്റം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ പങ്കെടുത്ത ആ പ്രേരക ശക്തി, പ്ലാൻ അനുസരിച്ച്, ഭഗവാന്റെ ആ പ്ലാൻ അനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ സൗരയൂഥ സിസ്റ്റത്തിന്റെ ഉടമയായിട്ടുള്ള ആ ശക്തി വിശേഷമാണ് ഭരതൻ. അദ്ദേഹം ഒരു 10,000 വർഷം കൊണ്ടാണ് അത് ചെയ്തത്. അതിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഈ സൗരയൂഥ സിസ്റ്റമിലെ ഭാരതം എന്ന ഈ ദേശം അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പുത്രന്മാർക്കായിട്ട് വകതിരിച്ചു കൊടുത്തിട്ട്, ഇപ്പം ഭൂമിയെല്ലാം ഉണ്ടായി, ഇനി ഭൂമിയിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇനിയുള്ളവരാണ് സൃഷ്ടിക്കേണ്ടത്. അപ്പം പ്രപഞ്ചമുണ്ടായി, 7 ലോകമുണ്ടായി, 49 മരുത്തുകളുണ്ടായി. അതിലെ ഒരു മരുത്തായ നമ്മളുള്ള മരുത്തിലെ കുറേ ഗാലക്സികളെല്ലാം ഉണ്ടായി. അതിൽ ഭരതൻ എന്ത് ചെയ്തു? നമ്മളെ നക്ഷത്ര സൂര്യനെ എടുത്തുകൊണ്ട് അതിന് ചുറ്റും ഗ്രഹങ്ങളെല്ലാം ചുറ്റിച്ചിട്ട് ഭാരതദേശം ഉണ്ടാക്കി വെച്ചു. ഇനി അതിൻ്റെ ശേഷമാണ് പുരോഗതി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തികളാണ്. അതിന് കണ്ണും കാലും ഒന്നുമില്ല, അതെന്നല്ല, പ്രേരക ശക്തികളാണ്. ഒരു പ്ലാൻ അനുസരിച്ചാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനിങ്ങനെ സൃഷ്ടി നടന്നു പോകുന്നത്. പിന്നെ അദ്ദേഹം മക്കളെയെല്ലാം വീതിച്ചെടുത്തിട്ട്, ഇനിയുള്ള നിങ്ങളെ ഭൂമിയിലെ കാര്യമെല്ലാം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട്, ഈ സൗരയൂഥത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അതെല്ലാം വീതിച്ചു കൊടുത്തിട്ട് അരമിന വിട്ടിറങ്ങി ഹരിക്ഷേത്രത്തിലേക്ക് സന്യസിച്ചു പോയി. ഇനി 9, 10 എന്നിട്ട് 9, 10 പറയുകയാണ്, ആ ദിക്കില് അദ്ദേഹം എവിടെയാണോ സന്യസിച്ചു പോയ ആ ദിക്കിൽ ശ്രീഹരിയും വന്നിട്ട്, കാരണം അത്രയും സുന്ദരമായ ലോകം, ഈ ലോകം തന്നെ ആരാണ്? ശ്രീഹരി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ശ്രീഹരിയാണ്. അതുകൊണ്ട് അവിടെ ശ്രീഹരി എത്തി എന്ന് പറയുകയാണ്. ആ ദിക്കിൽ ഭഗവാൻ ശ്രീഹരി അവിടുത്തെ ഭക്തന്മാരുടെ വാത്സല്യ നിമിത്തം, ഭക്തന്മാർക്ക് ഇങ്ങോട്ടോട് വലിയ ഇഷ്ടമല്ലായതുകൊണ്ട് ശ്രീഹരി എന്ത് ചെയ്തു? ഇച്ഛാനുസരണമായ രൂപത്തോടെ സന്നിധാനം ചെയ്തു. അവിടെ അദ്ദേഹത്തിന് ഇച്ഛിക്കുന്ന രൂപത്തിൽ അവിടെ പ്രകടമായി. അതായത് ആ ദേശം അത്രയും സുന്ദരമാണ്. അദ്ദേഹം അവസാനം സന്യസിക്കാൻ പോയ സ്ഥലം. അവിടെ ശ്രേഷ്ഠ ചക്രമായ നദി, ചക്രനദി ഇരുവശത്തും
നാഭിയും ഉള്ളിൽ ചക്രവുമുള്ള സാള ഗ്രാമശിലകളാൽ ആശ്രമ സ്ഥലങ്ങളെ പരിപാവനമാക്കുന്നു. ആ ദേശത്ത് സാളഗ്രാമം എന്ന് പറയുന്ന ചില സംഗതികളുണ്ട്. ഒരു പ്രത്യേക തരമാണ് അതിൻ്റെ ഘടന. അതിൻ്റെ രൂപഘടനയിൽ ഒരു പ്രത്യേക ഇടത്തിലാണ്. അത് ചില സ്ഥലത്ത് അത് നമുക്ക് അത്തരം സാളഗ്രാമം എന്ന് പറഞ്ഞത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണും. അതൊരു പ്രത്യേകതരം ഭംഗിയുള്ളൊരു സംഗതിയാണ്. അത് ചില ദേശങ്ങളിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ വിഷ്ണു ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് അദ്ദേഹം അവിടെ ഈ രൂപത്തിൽ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ശ്രീഹരി ഉണ്ട്. അത്രയും സുന്ദരമായ സ്ഥലത്ത് അദ്ദേഹം എങ്ങനെയാണ് ആ പുലഹാശ്രമത്തിൻ്റെ പരിസരത്തിലെ ഉദ്യാനത്തിലെ അദ്ദേഹവും ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഏകനായിരുന്നു കൊണ്ട് പലവിധ പുഷ്പങ്ങൾ, തളിരുകൾ, തുളസിയില, ശുദ്ധജലം എന്നിവ കൊണ്ടും കിഴങ്ങ്, കായ്ക്കനികൾ എന്നീ നിവേദ്യങ്ങൾ കൊണ്ടും ഭഗവാന്റെ സമാരാധ്യം നിർവഹിച്ചുകൊണ്ട് അങ്ങനെ പരമാനന്ദത്തെ പ്രാപിച്ചു. അദ്ദേഹം ഇതെല്ലാം അർപ്പിച്ചുകൊണ്ട് അവിടെ വളരെ പരമാനന്ദത്തോടുകൂടി അദ്ദേഹവും അവിടെ സന്യസിച്ച് അങ്ങനെ ഇരിപ്പായി. ആ ഭഗവാൻ, അപ്പം ഭഗവാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അത്രയും സുന്ദരമായ ഒരു ദേശമാണ് അദ്ദേഹം എത്തിച്ചേർന്ന സ്ഥലം, സന്യസിക്കാൻ പോയ സ്ഥലം. ഇനി 12 അങ്ങനെ 12 പറയുന്നു, ആ നിരന്തരമായ സമാരാധനയാൽ അങ്ങനെ ആ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനിൽ വളർന്ന പ്രേമാധിക്യത്താൽ ഹൃദയത്തിൽ ഉദയം ചെയ്ത ആ ആനന്ദ, അപ്പോൾ ഭഗവാനെ തന്നെ എപ്പോഴും ചിന്തിച്ച് അദ്ദേഹത്തിന് മാതിരി തന്നെ എല്ലാം അർപ്പിച്ചുകൊണ്ട് കഴിയുന്ന ആ അവസരത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ടായി? രോമാഞ്ചമുണ്ടായി എന്നാണ് പറയുന്നത്. ആ രോമാഞ്ചമുണ്ടാകുന്ന ഭഗവത് ഭക്തിയാൽ അദ്ദേഹത്തിൻ്റെ എന്തുപോയി? കാഴ്ച നശിച്ച നേത്രമായി. ഇപ്പോൾ നമ്മൾ സന്യാസിയാകുമ്പോൾ നമ്മളെ അവയവങ്ങളെല്ലാം നശിച്ചു പോകും. പിന്നെ അതുകൊണ്ട് സന്യാസിക്കൊന്നും കാണാനുണ്ടാവില്ല. മനസ്സാലെ എല്ലാം ബ്രഹ്മമായി കാണും. അതുകൊണ്ടാണ് കാണുന്നതെല്ലാം ബ്രഹ്മം എന്ന് പറയുന്നത്. അല്ല, നമുക്ക് കാണുന്നതെല്ലാം ബ്രഹ്മം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് തെങ്ങും ആവുന്നേ പറയാൻ പറ്റും. അത് തെങ്ങെല്ലാം ആവല്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ കണ്ണ് കാഴ്ച പോകണം, ചിന്തിക്കാനുള്ള കഴിവ് പോകണം. എല്ലാം പോയി കഴിയുമ്പോഴാണ് നമ്മളെല്ലാം മനസ്സ് ഉൾക്കണ്ടുകൊണ്ട് ബ്രഹ്മമായി കാണുന്നത്. അല്ലാതെ സന്യാസിയായി എന്ന് വെച്ചിട്ട് നോക്കുന്നതെല്ലാം അതിൽ ആ സ്റ്റേജ് എത്തേണ്ടത് നമ്മുടെ ശരീരം, കണ്ണ്, കാഴ്ചയെല്ലാം നശിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് സന്യാസിയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തായി? ആ ഭഗവത് ചിന്തയിൽ മാത്രം ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണുകളായിപ്പോയി. കാഴ്ചയിൽ നശിച്ച നേത്രങ്ങളോടുകൂടി ഇവനായി ആ പരമാനന്ദത്തിൽ എല്ലാം അർപ്പിച്ച് ധ്യാനത്തോടു കൂടിയ ബുദ്ധിയുള്ളവനായി ബുദ്ധിയെല്ലാം അതിലേക്ക് ലയിച്ചു പോയി. ചിന്തിക്കാനുള്ള കഴിവെല്ലാം ആ ബ്രഹ്മത്തിൽ ലയിച്ചു പോയി. അദ്ദേഹം തൻ്റെ തന്നെ കർമ്മങ്ങളെ സ്മരിക്കാതെ അദ്ദേഹം ഇതുവരെ ചെയ്ത് എന്തെല്ലാമാണോ ചെയ്തത് അതിനെപ്പറ്റിയെല്ലാം അദ്ദേഹത്തിന് മറന്നുപോയി. അദ്ദേഹം ആ ചിന്തയെല്ലാം നശിച്ചു. ഈ ലോകത്തെപ്പറ്റി അദ്ദേഹം എന്തെല്ലാം ഇവിടെ ചെയ്തു വെച്ചോ അതെല്ലാം വിട്ടിട്ട് ശുദ്ധമായ ആത്മീയവാദിയായിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയിലേക്ക് പോയി. അദ്ദേഹം ചെയ്തതെല്ലാം അദ്ദേഹം മറന്നുപോയി. ഇനി 13 അങ്ങനെ 13 പറയുകയാണ്, അങ്ങനെ ഭഗവത് പ്രീതികരങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് മാൻതോലെല്ലാം ധരിച്ച് സവനം തോറും കുളി കഴിച്ച് ഇറങ്ങുമ്പോൾ ജട പിടിച്ച് ചുരുണ്ട മുടിയെല്ലാം ഇങ്ങനെ വീണ് കിടക്കും. കാരണം കുളിച്ചു കഴിയുമ്പോൾ ജട പിടിച്ച ചുരുണ്ട മുടിയെല്ലാം ഇങ്ങനെ ഉതിർന്ന് കിടക്കുന്ന ആ അവസ്ഥയിൽ അദ്ദേഹം സൂര്യൻ എതിച്ചു വരുമ്പോൾ സൂര്യനെ നോക്കുമ്പോൾ ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ അദ്ദേഹം ആരെയാണ് കണ്ടത്? സൂര്യനാരായണനെയാണ് കണ്ടത്. അതായത് സൗരയൂഥ സിസ്റ്റം സൃഷ്ടിച്ചിട്ട് അദ്ദേഹം ആ സൂര്യനെ നോക്കിയപ്പോൾ അദ്ദേഹമാണ് സൃഷ്ടിച്ചത്. അതിൽ നിന്നും സൂര്യനാരായണ സ്വാമി പ്രകാശരൂപത്തിൽ വരുന്നതായിട്ട് അദ്ദേഹം
ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനിൻ്റെ രശ്മിയിൽ ആ സൂര്യനാരായണനെ ദർശിച്ചുകൊണ്ട്, സൂര്യനാരായണൻ തന്നെയാണ് സൂര്യനായിട്ട് പ്രകടമാകുന്നത്. എന്നിട്ട് ദർശിച്ചുകൊണ്ട് എന്ത് പറയുകയാണ്? 14 പറയുകയാണ്, സൂര്യനാരായണ സ്വാമിയുടെ രജോ ഗുണത്താൽ ആ സൂര്യനിൽ നിന്നാണ് രജോ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എന്തെങ്കിലും എല്ലാവർക്കും അതേ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം. പക്ഷേ അതിൽ നിന്നും പുതിയൊരു സാധനം ഉണ്ടാക്കേണ്ടിക്കും മനുഷ്യൻ കർമ്മം ചെയ്യണം. അപ്പം രജോ ഗുണം കർമ്മം ചെയ്യുക ലോകത്തെ ദിവസം തോറും പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ഈ രജോ ഗുണമാണ്. അപ്പം സൂര്യനാരായണ സ്വാമിയുടെ രജോ ഗുണത്തിൽ നിന്നും ഉദയം ചെയ്യുന്ന ഫലപ്രദമായ യാതൊന്നിൽ നിന്ന് ആ സൂര്യനിൽ നിന്നുള്ള പ്രേരണ ശക്തിയാലാണ് ഈ വിശ്വത്തെ സൃഷ്ടിക്കുകയും സൂര്യനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി ആണ് ഈ സൃഷ്ടി, ബാക്കിയുള്ള ഈ സൃഷ്ടിയെല്ലാം നടന്നിരിക്കുന്നത്. അപ്പം ആ സൂര്യനെ സൃഷ്ടിക്കുന്നത് മുതൽ ഇദ്ദേഹത്തിന്റെ കർമ്മമാണ്. അപ്പൊ ഇദ്ദേഹമാണ്, ഭരതനാണ് സൂര്യനെ സൃഷ്ടിച്ച് ആ സൂര്യനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തികളാണ് മറ്റുള്ള ഗ്രഹങ്ങളെയെല്ലാം ആകർഷിച്ച് ഈ സൗരയൂഥ സിസ്റ്റത്തിലുണ്ടാക്കി, ഭൂമിയിലുണ്ടാക്കി, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ എല്ലാം കർമ്മത്തിന് പ്രേരിപ്പിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന രജോ ഗുണം അതിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ സൂര്യനാരായണ സ്വാമിയുടെ രജോ ഗുണത്തിൽ നിന്നും ഉദയം ചെയ്യുന്ന കർമ്മഫലപ്രധാനമായ യാതൊന്നിൽ നിന്ന് ഈ വിശ്വത്തെ സൃഷ്ടിക്കുകയും, ഈ വിശ്വം സൃഷ്ടിച്ചത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ്. എന്നിട്ട് അന്തരാമിയായിട്ട് അത് പ്രവേശിക്കുകയും ആ ശക്തി വിശേഷം തന്നെ സൂര്യനിൽ എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ട് ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ, മനുഷ്യനുണ്ടാകുന്നുണ്ടോ, മനുഷ്യനിലും സൂര്യനിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് ഉള്ളിൽ നിൽക്കുന്നത്. അന്തരാമിയായി നിന്നുകൊണ്ട് വിഷയാഭിലാഷം ഉണ്ടാക്കുന്ന ജീവനെ, നമ്മളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ജീവനെ ഇച്ഛിച്ചുകൊണ്ട്, അപ്പൊ അങ്ങനെ ഒരു ജീവൻ ഈ ശരീരത്തിൽ ഉണ്ടാക്കണം. ഇനിയുള്ള ജീവജാലങ്ങളിൽ ഒരു ജീവൻ ഉണ്ടാക്കണം. എന്നിട്ട് അതിന് വിഷയങ്ങളിൽ ആഗ്രഹങ്ങൾ വരണം. അപ്പം വിഷയങ്ങൾ ഉണ്ടാകാൻ കണ്ണും അവയവങ്ങളെല്ലാം വേണം. അത് കാണുമ്പോഴാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക. അത് തെങ്ങാണ്, ഇത് മാവാണ്, എനിക്ക് തെങ്ങ് നടണം, ഇങ്ങനെയുള്ളതല്ല. അപ്പം വിഷയങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനാണ്. ജീവനുള്ളവർക്കാണ് ഓരോന്നിനെയും കാണുമ്പോൾ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഓരോ ലോക പുരോഗതി സംഭവിക്കുന്നത്. ഇച്ഛിച്ചുകൊണ്ട് കടാക്ഷിച്ച് അങ്ങനെ ആഗ്രഹിച്ചിട്ട് അതിനുള്ള അവസരങ്ങൾ ഒഴുക്കിക്കൊണ്ട് രക്ഷിക്കുന്നവരും ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നവരുമായ, മനുഷ്യന് ബുദ്ധി നൽകിയിട്ട് ബുദ്ധിയിലൂടെ പ്രചോദിപ്പിക്കും. അത് ചെയ്, ഇത് ചെയ് എന്നെല്ലാം പ്രചോദിപ്പിക്കുന്ന അങ്ങനെ പ്രചോദിപ്പിക്കുന്നതാണ് ആര്? ഈ സൂര്യൻ. ആ സ്വരൂപ തേജസ്സിനെ ശരണം ഗമിക്കുന്നു. അതിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും സൂര്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ആ ശക്തി ഓരോ ജീവനിലും ഉണ്ടാക്കിയിട്ട്, ജീവനിലെ പ്രേരണ ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ടാണ് ഇനി ഭൂമിയിൽ എന്ത് വേണ്ടത്? പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുക, പുതിയ ഫ്ലാറ്റുകളെല്ലാം കിട്ടുക, പുതിയ ലോകം അടുത്ത ഘട്ടത്തിലേക്ക് പുരോഗമിപ്പിക്കുക. അപ്പോൾ ഈ സൗരയൂഥ സിസ്റ്റം, അതിൻ്റെ പിന്നിൽ കുറേ ശാസ്ത്രങ്ങളുണ്ട്. സൂര്യനാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. സൂര്യൻ്റെ സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ലോക പുരോഗതി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതല്ല ഈ സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്.
അതല്ലേ ഭരതനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കീഴിൽ വരുന്ന നമ്മളെ ഭാരതം, ഈ ഭൂമിയെയെല്ലാം ഭാരതം എന്ന് പറയുന്നത്. കുറച്ച് ഇരുന്ന് ചിന്തിച്ചിട്ട് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക.